ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മീ ബ്രഹ്മ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം കുറേ നാളത്തെ ഒരുപാട് ആൾക്കാരുടെ കാത്തിരിപ്പിന് ശേഷം എന്താ പറയുക, സോണി അവരുടെ പുതിയ FX5 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒരു 5-10 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ ലോഞ്ച് ചെയ്തിട്ട്. ഞാൻ എൻ്റെ ഒരുപാട് പരിമിതിക്കകത്ത് നിന്നിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പോരായ്മകളും എന്താ പറയുക സംഭവങ്ങളൊക്കെ കാണും. ബട്ട് എന്ത് ചെയ്യാൻ, വേറെ ഓപ്ഷനില്ല. കാരണം എനിക്കിത് ഇപ്പം തന്നെ ചെയ്യണം എന്ന് തോന്നിയോണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ഓപ്ഷനിലെടുത്ത് ചെയ്തത്. സോ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇതെന്താ ബ്രോ പുതിയ സ്റ്റുഡിയോ സെറ്റപ്പ് ആണോ എന്നൊന്നും ചോദിക്കരുത്. സോ എന്താ പറയുക, നമ്മുടെ സോണി FX5 അങ്ങനെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ആൽഫ. FX3 എടുക്കണമെന്നായിരുന്നു എൻ്റെ ഫസ്റ്റ് ആഗ്രഹം. പിന്നെ FX6 എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ ഞാൻ നോക്കിയപ്പോൾ FX3 ഓക്കെ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കഴിഞ്ഞ 5-6 വർഷം കൊണ്ടേ ഇറങ്ങിയേക്കുന്ന ക്യാമറയാണ് FX3. സോ പെട്ടെന്നെങ്ങാനും ഒരു ബോംബ് പോലെ ഒരു പുതിയ സാധനം ലോഞ്ച് ചെയ്താൽ എന്താ പറയുക, നമ്മളെടുത്ത സാധനത്തിൻ്റെയൊക്കെ റേറ്റ് താഴെ പോകും, മൊത്തം അലമ്പായി പോകും, അത് റീസെയിൽ വാല്യൂ കുറയും. അങ്ങനത്തേക്ക് ഒരു സാധനം കൊണ്ടാണ് ഞാൻ പിന്നെ FX3 എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് പോകാഞ്ഞത്. അതെന്തുകൊണ്ടും നന്നായി, കാരണം ഞാൻ അതുകൊണ്ട് നിക്കോണിൻ്റെ ZR എടുത്തു. അതെനിക്ക് എന്തായാലും വെർത്ത് ഓഫ് മണിയാണ്. പക്ഷേ FX5 എന്ന് പറഞ്ഞ ക്യാമറ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇന്നും നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം സോണി FX3യുടെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെല്ലിംഗ് റേറ്റ് അത്രത്തോളം മാർക്കറ്റുള്ള ഒരു ക്യാമറയാണ് FX3 എന്ന് പറഞ്ഞ മോഡൽ. ഇന്നും ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സെയിൽ നടന്നിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് അവർ പുതിയ FX5 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇവർ ഈ സാധനം ഒഫീഷ്യലായിട്ട് ഇന്നലെ ഇത് നാളത്തേക്ക് ഇന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുമെന്ന് പറയാൻ ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. നോക്കി ഏതായിരിക്കും, FX3 Mark II ആണോ, ഇനി FX4 ആണോ, FX5 സീരീസ് ആണോ, എന്താണെന്നറിയാൻ ഞാനും കാത്തിരിക്കുകയായിരുന്നു. കസ്റ്റമറിൻ്റെ കയ്യിലേക്ക് എത്താൻ ആയിട്ടില്ല. ജസ്റ്റ് ഒഫീഷ്യലി അവർ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഒന്ന് ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. സോ അപ്പം നമുക്കത് എന്തൊക്കെയാണ്, ഉടനെ മാർക്കറ്റിലേക്ക് വരുന്നൊരു ക്യാമറയാണ് സോണിയുടെ. അപ്പം നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാൻ ഞാൻ പറഞ്ഞു വലുതാക്കുന്നില്ല. 5K ഫുൾ ഫ്രെയിം ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാമറയാണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഗേറ്റ് ഈ ക്യാമറയിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഓപ്പൺ ഗേറ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞുതരാം. എക്സ്മോർ R5 CMOS സെൻസറാണ് ഈ ക്യാമറയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സിനിമ ലൈനിൽ വരുന്ന ക്യാമറ തന്നെയാണ് FX3യുടെ നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ് തന്നെയാണ് FX5 എന്ന് പറഞ്ഞാൽ. പിന്നെ 16 ബിറ്റിൽ നമുക്ക് ഈ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. S-Log3യുടെ കാര്യമൊന്നും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അതിന്റെ കളർ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തതാണ്. 16 ബിറ്റിൽ നമുക്ക് ഈ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ 16 ബിറ്റിലേക്കൊക്കെ മാറുന്ന സമയത്ത് ഫയൽ സൈസും അതിനനുസരിച്ചിട്ട് കരുതിയിട്ട് വേണം ഇട്ട് ഷൂട്ട് ചെയ്യാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പണി പാളും. ഹാർഡ് ഡിസ്കിന്റെയും SSDയുടെ ഒക്കെ റേറ്റ് കുത്തനെ സ്വർണത്തേക്കാൾ മേളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഈ 16 ബിറ്റിലേക്ക് ഷൂട്ട് ചെയ്യാൻ. പിന്നെ ഒരു ഹെവി പ്രൊഡക്ഷൻ ലൈനിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈ സ്പേസിന്റെ പ്രശ്നമൊന്നും അത് വലിയൊരു പ്രശ്നമായിരിക്കത്തില്ല. പിന്നെ ഇതിലും ഇൻബിൽട്ട് റോ റെക്കോർഡിംഗ് ഇല്ല. നമുക്ക് എക്സ്റ്റേണലി മാത്രമേ നമുക്ക് റോ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരു പോരായ്മ തന്നെയാണ്. കാരണം എൻ്റെ നിക്കോൺ ZR-ൽ എനിക്ക് റെഡ് റോയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൊണ്ടുവന്ന സമയത്തും ഇവർ എക്സ്റ്റേണൽ റോ റെക്കോർഡിംഗ് ആണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് വ്യൂ ഫൈൻഡർ വന്നിട്ടുണ്ട്. പിന്നെ സോണിയുടെ ലോ ലൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഈ ക്യാമറയിലും ഒന്നും കൂടെ പൊളിയാവത്തേ ഉള്ളൂ. ബേസ് ഐസോ വരുന്നത് 800-ഉം 4000-ഉം 12800-ഉം ആണ് ഈ ക്യാമറയിൽ വന്നത്. പിന്നെ ഇതെനിക്ക് ഏറ്റവും നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് തോന്നി. 5K 120 FPS നമുക്ക് ഈ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 4Kയിലാണെങ്കിൽ 240 FPS ക്രോപ്പ് ഇല്ലാതെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെയാണ് ഈ ക്യാമറയുടെ. പിന്നെ AI ബേസ് ചെയ്തിട്ടുള്ള ഫോക്കസ് ട്രാക്കിംഗ്, ഓൾറെഡി സോണിയുടെ ഫോക്കസ് ട്രാക്കിംഗ് പൊളിയാണ്. ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് AI ബേസ് ചെയ്തിട്ട് അത് ഓട്ടോ ട്രാക്ക് ചെയ്യാനും ഹ്യൂമൻ ആയാലും ബേർഡ്സ് ആയാലും എന്തിനേയും ഓട്ടോ ട്രാക്ക് ചെയ്യാനായിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റ് അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതും നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. AI ബേസ് റിയൽ ടൈം ഐ ഫോക്കസിങ്. അപ്പം ഹ്യൂമൻ്റെ ബേസ് ചെയ്തിട്ടായാലും നമുക്ക് ലോ ലൈറ്റിലായാലും ഏത് ലെവലിലും നമുക്ക് ഫോക്കസിങ് എവിടെയും പോകാതെ ജമ്പ് ചെയ്യാതെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ഡിസൈനിൽ വലിയൊരു മാറ്റം ഈ ക്യാമറ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ FX3 വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ക്യാമറ കൈ കിട്ടിയിട്ടില്ല, ഞാൻ ഈ വീഡിയോ കണ്ടത് വെച്ചിട്ടാണ് പറയുന്നത്.
5 ആക്സിസ് ഓപ്പൺ സ്റ്റെബിലൈസേഷൻ കൊണ്ടുവന്നു. അത് ഒരു രക്ഷയില്ല. നമ്മൾ ഹാൻഡി ഷോട്ടൊക്കെ എടുക്കുമ്പോൾ ഗിംബൽ ഇല്ലാതെ തന്നെ ഒരു ഷേക്കിങ്ങും ഇല്ലാതെ നമുക്ക് വീഡിയോസ് എടുക്കാൻ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സ്റ്റെബിലൈസേഷൻ ഇടുമ്പോൾ ഒരു ക്രോപ്പ് ഉണ്ടാവും, അത് മനസ്സിലാക്കി വേണം ഇടാൻ. ഓപ്ഷണൽ ഇലക്ട്രിക് സൂമും കൊള്ളാം, നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് വേറെ സ്ഥലത്ത് നിന്ന് നൈസായിട്ടൊന്ന് കോപ്പി അടിച്ചിട്ടുണ്ട്. 32-bit ഫ്ലോട്ട് ഓഡിയോ റെക്കോർഡിംഗ് ഇൻബിൽട്ട് ക്യാമറയിൽ തന്നെ. അത് എന്താ പറയുക, ഓക്കെയാണ്. കാരണം ഇപ്പം എല്ലാ ക്യാമറയും കൊടുക്കുന്നതല്ലേ, കോപ്പി അല്ലത്, ഇൻസ്പയർഡ് വെർഷൻ ആയിരിക്കാം. പക്ഷെ കുഴപ്പമില്ല, എന്നാലും നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണത്. ഒരു ക്യാമറയിൽ അത്യാവശ്യമായിട്ട് വേണ്ടൊരു അപ്ഡേറ്റ് തന്നെയാണ് 32-bit ഫ്ലോട്ട് ഓഡിയോ റെക്കോർഡിംഗ്. വ്യൂ ഫൈൻഡർ വന്നിട്ടുണ്ട്, അത് നമുക്ക് റിമൂവബിൾ ആണ്. OLED ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ വന്നിട്ടുണ്ട്, അത് നല്ലൊരു ഓപ്ഷനാണ്. പ്രൈസ് വരുമ്പോൾ അറിയാം ഇതെല്ലാം സെപ്പറേറ്റ് ഉള്ളതാണോ അതോ ഒരുമിച്ച് വാങ്ങിക്കാനുള്ളതാണോ എന്നൊക്കെ. പിന്നെ FX3 ഉള്ളതുപോലെ തന്നെ നമുക്ക് 4 ആക്സിസ്, നമുക്ക് ഡിസ്പ്ലേ 4 ആക്സിസിൽ ടിൽറ്റ് ചെയ്യാനും എല്ലാം പറ്റും. സോഫ്റ്റ്വെയറിൽ വലിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എന്താണെന്നറിയില്ല. ഈ ക്യാമറ കൈ കിട്ടുമ്പോൾ ബാക്കി അറിയാം. അപ്പം ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഈ ക്യാമറയിൽ കാണാൻ പറ്റിയത്. ഡിസൈനിൽ ഒരു ഹ്യൂജ് മാറ്റമൊന്നും വന്നിട്ടില്ല. FX3യുടെ അതേ പാറ്റേണിൽ തന്നെയാണ് ഡിസൈൻ ഇതിലും വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ സെപ്പറേറ്റ് എടുത്ത് പറയാൻ പറ്റുന്നത്, സാധാരണ സോണി ക്യാമറയിൽ നമുക്ക് ഇടാൻ പറ്റുന്ന CF എക്സ്പ്രസ് കാർഡ് ടൈപ്പ് A 2 സ്ലോട്ടും അതുപോലെ തന്നെ SD മെമ്മറി കാർഡ് സ്ലോട്ട് 2 അങ്ങനെ 4 സ്ലോട്ട് ഈ ക്യാമറയിൽ വന്നിരിക്കുന്നു. വളരെ നല്ലൊരു ഓപ്ഷനാണ്. കാരണം നമ്മളൊരു ഹെവി ഡ്യൂട്ടി ഷൂട്ടിങ്ങിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് സ്പേസിൻ്റെ ഇഷ്യൂ വരത്തില്ല. നമുക്ക് കാർഡ് മാറ്റി മാറ്റി ഉപയോഗിക്കാനൊക്കെ അത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. നേരത്തെ 2 സ്ലോട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം അത് 4 സ്ലോട്ട് ആക്കിയിട്ടുണ്ട്. അത് വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ്. പിന്നെ ബാറ്ററി ഒക്കെ വരുന്നത് ഓൾമോസ്റ്റ് FX3യുടെ ഒക്കെ സെയിം തന്നെയാണ്. അതിൻ്റെ അത് വലിയ ഒരു മാറ്റം വന്നിട്ടില്ല. പിന്നെ ഇച്ചിരി കൂടെ ഒക്കെ കപ്പാസിറ്റി നമുക്ക് വരുമായിരിക്കും. പിന്നെ FX3ഉള്ളതുപോലെ തന്നെ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും വലുതായിട്ട് വരാൻ സാധ്യതയില്ല. 5K 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ തന്നെയാണ് ബേസിക്കായിട്ട് വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഈ ക്യാമറയെ പറ്റി ഞാൻ കൂടുതലായിട്ട് ഒന്നും കൂടെ സ്റ്റഡി ചെയ്തിട്ട് ഇതിനെക്കാട്ടും നല്ല ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. എന്തായാലും നോക്കാം നമുക്ക് സോണി എങ്ങനെ എന്താ പറയുക മാർക്കറ്റിൽ പിടിച്ചെടുക്കും എന്നുള്ള കാര്യത്തിൽ. ഞാനിപ്പോൾ റീസെൻ്റായിട്ടാണ് ഞാൻ നിക്കോൺ ZR എടുത്തത്. അതിൻ്റെ അകത്ത് എനിക്ക് ഭാഗ്യം പ്രത്യേകിച്ച് വലിയ സംഭവം തോന്നിയില്ല. എനിക്ക് വേണ്ട എല്ലാം ഈ ക്യാമറ തരുന്നുണ്ട്. ഓവർ ഹീറ്റിംഗ് ഇല്ല, കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് വേണ്ട എൻ്റെ വലിയ സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ വെച്ചിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് കണ്ട് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ഒരു എക്സ്ട്രാ സ്ക്രീൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫോക്കസ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഇതും പിന്നെ ലൈറ്റൊക്കെ കറക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വേറെ സംഭവത്തിൻ്റെ ആവശ്യമില്ല. സോ സ്റ്റേ ട്യൂൺ ആൻഡ് കീപ് വാച്ചിങ്. പിന്നെ ഞാൻ ഈ സെറ്റപ്പ് എങ്ങനെയുണ്ട്, കൊള്ളാം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ഥിരം ഈ സെറ്റപ്പിൽ ഇനി വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം. ദിസ് ഈസ് മീ ബ്രഹ്മ. സ്റ്റേ ട്യൂൺ. ബൈ.